ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പാർട്ടി വെയർ ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ട് സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ്. അതിനായിട്ട് ഞാൻ 4 മീറ്റർ നെറ്റ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കര വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 19 ഇഞ്ചാണ്. അതിൽ നിന്ന് 7 ഇഞ്ച് ബോഡി ലെങ്ത്തിനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം 12 ഇഞ്ചാണ് ബാക്കി വരുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം 3 പീസായിട്ടാണ് ഇത് കിട്ടുന്നത്. ശേഷം സാറ്റിൻ ഫാബ്രിക്കാണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതും 1 മീറ്റർ എടുത്തിട്ടുണ്ട്. ഫുള്ളും നമുക്ക് ബോട്ടം പാർട്ടിനായിട്ട് ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം കട്ട് ചെയ്തെടുക്കുക. 2 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതും 12.5 ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 13 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാറ്റിൻ ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം കോട്ടൺ ലൈനിങ് ആൻഡ് സ്റ്റിഫ് നെറ്റാണ് എടുക്കുന്നത്. ഇത് ഞാൻ ബൾക്കായിട്ട് വാങ്ങുന്നതാണ് കേട്ടോ. ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൈസ് റേഞ്ച് കുറഞ്ഞു കിട്ടും. കോട്ടൺ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഒരു 20-24 ഇഞ്ച് വീതിക്കാണ് ഞാൻ കോട്ടൺ ലൈനിങ് കട്ട് ചെയ്യൽ. ഞാൻ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ കോട്ടൺ ലൈനിങ് കട്ട് ചെയ്യൽ. അധികം ആൾക്കാരും ഫ്രില്ലിട്ടിട്ടൊക്കെ ചെയ്യുന്നത് കാണാം. പക്ഷേ 1 ഇയർ ബേബിക്ക് സിമ്പിൾ ഫ്രോക്കിനൊക്കെ ഞാൻ ഈ ഒരു ടൈപ്പാണ് ഫോളോ ചെയ്യൽ. നോർമൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ ഫ്രില്ലിട്ടിട്ടാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ വേസ്റ്റ് ഭാഗത്ത് അളവാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എന്ത് ഫ്രോക്ക് അടിക്കുമ്പോൾ അന്നെങ്കിൽ 3/4 അല്ലെങ്കിൽ 1 ഇഞ്ചാണ് കൂടുതൽ എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഒരു കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്തത് സ്റ്റിഫ് നെറ്റ് അറ്റാച്ച് ചെയ്യുന്നതാണ്. അതിനായിട്ട് 1 മീറ്റർ സ്റ്റിഫ് നെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കോട്ടൺ ലൈനിങ്ങിൻ്റെ കറക്റ്റ് അളവിലായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. സ്റ്റിഫ് നെറ്റിൻ്റെ കര വരുന്ന ഭാഗം താഴെ വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കൽ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രോക്ക് കുറച്ചും കൂടി പൊങ്ങി നിൽക്കും. വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു മോഡലിൽ തന്നെയാണ് നമ്മൾ പണ്ടേ കട്ട് ചെയ്യലെന്ന്. പക്ഷേ എനിക്കിത് അറിയാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ബോട്ടം പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച 3 പീസിൽ നെറ്റ് ഫാബ്രിക് ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. ശേഷം ഫ്രോക്കിൻ്റെ വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റ് എത്രയാണോ അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അളവ് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ 3/4 അല്ലെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. അത് കൂട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിലത്തെയും മുമ്പത്തെയും മെഷർമെൻറ്റ് ടോട്ടൽ കൂടിയിട്ടല്ല, ഒരു ഭാഗം മാത്രം 3/4 ഇഞ്ച് കൂട്ടിയെടുക്കണം. അതുപോലെ ബാക്ക് സൈഡിൽ 3/4 ഇഞ്ച് കൂട്ടിയെടുക്കണം. അങ്ങനെ 3 നെറ്റ് പീസും സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചിട്ട് സാറ്റിൻ ഫാബ്രിക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. ഫ്രില്ലിട്ടതിന് ശേഷം അതിൻ്റെ എൻഡ് ഭാഗം മടക്കി അടിക്കുക വേണ്ടത്. അങ്ങനെ സാറ്റിൻ പീസും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനിയാണ് കഷ്ടപ്പാടെന്ന് പറയുമ്പം നമ്മൾ ഈ 3 നെറ്റ് പീസും സാറ്റിൻ പീസും ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കണം ഒന്നും കൂടി. അതിൻ്റെ ഫസ്റ്റ് 3 പീസ് നെറ്റും അതിന് ശേഷം സാറ്റിൻ ഫാബ്രിക്കുമാണ്. ഇത് ഒന്നിച്ച് 4 പീസും കൂടി ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ട. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സാറ്റിൻ പിന്നെ
ഫസ്റ്റത്തെ നെറ്റ് പീസ്, അതിന് ശേഷം ഒരു നെറ്റ് പീസ്, ലാസ്റ്റ് മുകളിൽ വരുന്ന നെറ്റ് പീസ് കുറച്ചും കൂടി താഴ്ത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളെ ബോട്ടം പാർട്ടിൻ്റെ ഫൈനൽ ലുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോട്ടൺ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ഫസ്റ്റ് ഈ 3 പീസ് സ്റ്റിഫ് നെറ്റും യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആ കോട്ടൺ ലൈനിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്ത് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവല്. ഉൾഭാഗത്ത് ഫുൾ കോട്ടൺ ലൈനിങ് വന്നിട്ട് ആ അടിവ് പോലും ഉള്ളിലോട്ടേക്ക് ആവാൻ പാടില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അത് കുട്ടികളുടെ ദേഹത്തൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഫ്ലവറാണ്. അത്യാവശ്യം നല്ല ബീഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ടിലായിട്ട് നല്ല ഫ്ലവർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ കൂടെ ഹെയർ ബാൻഡ് ഇൻക്ലൂഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് ഫ്രോക്കിൻ്റെ ബാക്ക് പാർട്ട് വരുന്നത്. ഒരു വലിയ ബോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഫ്രോക്കാണിത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.